ഹലോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചിക്കൻ പാർട്സ് കറി അല്ലെങ്കിൽ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ പാർട്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെന്ന് ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ ഭയങ്കര ടേസ്റ്റുമായൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ പാർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇച്ചിരി കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിച്ചാലും മതി കേട്ടോ. ഞാനിവിടെ ലിവറും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. മുട്ടയും പാർട്സിൻ്റെ എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു 5 വിസിലോളം എന്തായാലും അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കണം, ഞാനിവിടെ അതിലേക്ക് വേണ്ട മസാലയിലോട്ട് വേണ്ട പച്ചക്കറി എടുത്തിട്ടുണ്ട്. തക്കാളി 2 എണ്ണം, ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ ആണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. വലിയ ഉള്ളി എടുക്കാതെ വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, വെല്ലുവിളിയും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ 2 വെല്ലുള്ളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചോപ്പറിലാണ് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുള്ളത്. കാരണം പെട്ടെന്ന് എടുക്കാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാനാണ് വളരെ ബുദ്ധിമുട്ട് തോന്നുക. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതും എളുപ്പമാക്കാൻ സാധിക്കും. അപ്പോൾ ഇതാക്കണം, ഞാനതൊന്ന് ഒരു വെളിച്ചെണ്ണ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് പച്ചമുളകും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ സമയം തന്നെ ഒന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. പൊടിപ്പെടുത്താലും മതിയാവും. കല്ലുപ്പാണ് ഒന്നുകൂടി ടേസ്റ്റ് ഇരിക്കുക കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കല്ലുപ്പിടുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പം കല്ലുപ്പില്ലാത്തവർ അത് ചെയ്യുക, അതൊക്കെ. പിന്നെ ഇതാക്കുക, അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. 2 തക്കാളിയോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രം തക്കാളി ചേർത്താൽ മതി കേട്ടോ. അപ്പം വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കറി വെക്കുന്നത് പോലെ തന്നെ എല്ലാ ഐറ്റംസും ഇട്ടാൽ മതി. എന്താക്കണേ, ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് അന്നപ്പം അതിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് തണുത്ത് കിടക്കുന്നത്. കുറച്ച് അതൊന്ന് ചൂടാകുമ്പോഴേക്കും അത് അഴിഞ്ഞ് കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരിട്ട് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പം അതും കൂടി കൂട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് മുളക് പൊടി ചേർക്കാൻ പാടില്ല കേട്ടോ. കുരുമുളക് അതുപോലെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പച്ചമുളക് എരിവിന് ആവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുത്താൽ നമുക്ക് എരിവിന് ആവശ്യമായ ഇത് കിട്ടും. ഇപ്പോൾ ഇതിലോട്ട് ഞാൻ ബിരിയാണി മസാല അല്ലെങ്കിൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള മസാലപ്പൊടി പൊടിച്ചതാണ് ബിരിയാണി മസാല, ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. അപ്പം മസാലപ്പൊടി ഇല്ലേ, അത് ഗരം മസാലപ്പൊടി അത് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് ഒന്ന് വഴറ്റി വരുന്നതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ഒരു സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല കുത്തുന്ന എരിവുള്ളതാണെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതുമാണ് കേട്ടോ. അപ്പം അതിനുശേഷം ഇതിലോട്ട് 2 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ മസാല തയ്യാറാക്കി നമ്മൾ പാർട്സൊക്കെ ഇതിലേക്കിട്ട് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിച്ചെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത പാർട്സ് അപ്പോൾ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു 5 വിസിലോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനെന്താ വെള്ളത്തോട് കൂടി തന്നെയാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പാർട്സിൻ്റെ എല്ലാ ഐറ്റംസും. അപ്പം ആ ടേസ്റ്റൊക്കെ ആ വെള്ളത്തിലുണ്ടാവും. വെള്ളം ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എല്ലായിടത്തും ഒന്ന് എത്തുന്നത് പോലെ മസാലയൊക്കെ ഒന്ന് നല്ലോണം ആവുന്നത് പോലെ ഒന്ന് എല്ലായിടത്തും ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ പാർട്സ് കറി അല്ലെങ്കിൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈ ആണ് കേട്ടോ. കറി വേണമെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ വറ്റിച്ചെടുക്കാതെ അതേ രൂപത്തിൽ തന്നെ ഇറക്കി മാറ്റി വെച്ച് കൊടുത്താൽ മതി. എന്നാൽ നമ്മൾ കറി ഇവിടെ റെഡിയാണ്. പക്ഷേങ്കിൽ നമുക്ക് ഫ്രൈ ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതാണ് ടേസ്റ്റ് കേട്ടോ. ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നൈസ് പത്തിരിൻ്റെ കൂടെയും ഒക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് എല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മസാലപ്പൊടിയില്ലേ, ഗരം മസാലപ്പൊടി, അതും കൂടി ചേർത്ത് ഒന്ന് ലാസ്റ്റ് ഇട്ടോ ഇതൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കുന്നത് ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവ ചേർക്കുന്നതിനേക്കാണ് നല്ലത് ഉലുവൻ്റെ പൊടി ചേർക്കുന്നതാണ് കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. ഏത് കറിയാണെങ്കിലും നമ്മളോട് ഉലുവൻ്റെ പൊടി ചേർക്കുമ്പോഴാണ്, പൗഡർ ചേർക്കുമ്പോഴാണ് ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് സാധനം കിട്ടും. അപ്പം ഉലുവ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചാൽ മാത്രം മതി. പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഉലുവൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും ലാസ്റ്റായിട്ട് ഉലുവൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഫസ്റ്റ് തന്നെ ഉലുവ ഇടേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഒരു 1/4 സ്പൂണോളം ഉലുവാപ്പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ഇൻഗ്രീഡിയൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതും ഒക്കെയാണ് കേട്ടോ. അതിലൊന്നും അതൊരു പ്രശ്നം വരുത്തണ്ട. പിന്നെ നോക്കണ ഗ്രേവി കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇതിൽ കൂടുതലും ചോറിൻ്റെ കൂടെ അല്ലാതെ ഒരു ചപ്പാത്തി, നൈസ് പത്തിരി, വെള്ളയപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിൻ്റെ കൂടെ കുറച്ചൊരു ഫ്രൈ ചെയ്തതാകുമ്പോൾ കുറച്ചൊരു ഇതാണ്. അതൊക്കെ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ അത് നല്ലതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാർട്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.